ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാഗ്നറ്റിക് റൈറ്റ് ആംഗിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 12 ഇഞ്ച് നീളവും ഒരു 4.5 ഇഞ്ച് വീതിയുമുള്ള ഒരു ഇരുമ്പിൻ്റെ 2.5 mm ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ 6 ഇഞ്ച് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ 2 ഷീറ്റുകൾ 4.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമാണുള്ളത്. അതേപോലെ തന്നെ ഒരു കാന്തം എടുത്തിട്ടുണ്ട്. ഒരു പഴയ സ്പീക്കറിൽ നിന്നും എടുത്തിട്ടുള്ള കാന്തമാണിത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഉണ്ടാക്കുന്ന ഈ മാഗ്നറ്റിക് എർത്ത് ക്ലാമ്പിൻ്റെ ഒരു മാതൃക ഒരു പേപ്പറിൽ വരച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് വരച്ചുണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് 90 ഡിഗ്രിയിലെ ഭാഗങ്ങൾ 90 ഡിഗ്രിയും 45 ഡിഗ്രിയുള്ള ഭാഗങ്ങൾ 45 ഡിഗ്രിയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആകെ മൊത്തം ഫാൾട്ടായിരിക്കും. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഈ പേപ്പറിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഷീറ്റിൻ്റെ മേലെ വെച്ച് മാർക്ക് ചെയ്ത് ആ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പിടിപ്പിക്കാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒരു ഫയൽ ഉപയോഗിച്ചിട്ട് രാഗി ക്ലിയർ ആക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അതേപോലെ തന്നെയുള്ള മറ്റൊരു പീസ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഈ മാഗ്നറ്റ് വെച്ച് ഒരു 3 ഹോൾ ഇടാനുള്ള മാർക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാം. ആ ഹോളിട്ട ഭാഗത്ത് നമ്മൾ ത്രെഡും ചെയ്ത് കൊടുക്കണം. ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കറക്റ്റായിട്ടുള്ള ഹോൾ ഇട്ടതിന് ശേഷം സൈക്കിൾ സ്ക്രൂവും അതിൻ്റെ പുറത്ത് നെട്ടും ഇട്ടാൽ മതി. അപ്പോൾ നെറ്റ് പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ സെറ്റ് എടുത്തിട്ട് ത്രെഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ഷീറ്റിൽ നമ്മൾ ത്രെഡ് ഇടുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷീറ്റിൽ തുളയിടാം. രണ്ടാമത്തെ ഷീറ്റിൽ ത്രെഡ് ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഷീറ്റിൽ മാത്രം ത്രെഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഷീറ്റിലും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് വെച്ച് രണ്ടാമത്തെ ഷീറ്റിലും ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യാം. ആദ്യം ഏതെങ്കിലും ഒരു ഷീറ്റ് എടുക്കുക. അതിൻ്റെ മേലെയായിട്ട് മാഗ്നറ്റ് വെച്ച് അതിൻ്റെ മേലെ രണ്ടാമത്തെ ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ഭാഗവും 2 ഷീറ്റും ഒരേപോലെ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ടൈറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിന്നാൽ വർക്ക് എടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ സ്ക്രൂകളെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സ്ക്രൂകളുടെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റിംഗ് എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. പെയിൻറ്റിംഗ് ഒക്കെ വെറുതെയാണ്. വെൽഡിങ്ങിൻ്റെ വർക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ വെൽഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആകൃതിയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചാൽ വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് വെൽഡ് ചെയ്യാം. വെൽഡിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ടൂള്. അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിലും ഈ ഒരു ടൂള് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കോർണറൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് ബെൻഡ് ആവാതെ കറക്റ്റായിട്ട് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 1-2 പീസുകളിൽ വെൽഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇതായി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ്. 2.5 mm സ്ക്വയർ ട്യൂബാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ ഈ മാഗ്നറ്റിക് റൈറ്റ് ആംഗിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ള ഈ പീസ് കണ്ടോ, കറക്റ്റായിട്ട് 90 ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി ആ ഒരു ഡിഗ്രി അളവിൽ മാറ്റം വരുന്നതല്ല, പക്ഷേ പൈപ്പ് പിരിയാതെ നമ്മൾ നോക്കിയാൽ മതി. അതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും സൈഡിലേക്ക് പിരിഞ്ഞ് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ റൈറ്റ് ആംഗിളിൻ്റെ മുകൾ ഭാഗം 90 ഡിഗ്രിയാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം 45 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ കാണുന്ന ഈ ഒരു കോർണർ വരുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രിയിലധികം ഉപയോഗം വരാത്തതുകൊണ്ടാണ് ഇത് ഞാൻ വെൽഡ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ 45 ഡിഗ്രിയാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഈ റൈറ്റ് ആംഗിളിനെ വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. ഇനി ഒരു ചെറിയ പട്ടയിലും കൂടി നമുക്ക് ഒന്ന് വെൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മാഗ്നറ്റിക് റൈറ്റ് ആംഗിളിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ എല്ലാ വെൽഡർമാർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഇതുവരെ നമ്മുടെ നാട്ടിൽ അധികം ആളുകൾ ഈ ഒരു ടൂള് വെൽഡർമാരൊന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും സാധിക്കും. ഓൺലൈനായിട്ടൊക്കെ ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നിന്നിടാം, കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 600-700 രൂപക്കാണ് ഇത് ആമസോണിലൊക്കെ വിൽക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ശനിയാഴ്ച. ഗുഡ് ബൈ.